പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസവും ബീഹാറിൽ വോട്ട് ചോരി ചർച്ചയാക്കി രാഹുൽ ഗാന്ധി. മോദിയും അമിത്ഷായും ജ്ഞാനേഷ് കുമാറും ചേർന്ന സംഘം സാധാരണക്കാരുടെ വോട്ട് മോഷ്ടിക്കുകയാണ്. ബീഹാറിലെ ജെൻസി യുവാക്കൾ കരുതിയിരിക്കണമെന്നും രാഹുൽ പൂർണിയയിൽ പറഞ്ഞു. ബീഹാറിലെ യുവാക്കളെക്കാൾ രാഹുൽ ഗാന്ധിക്ക് പ്രധാനം ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്ന് അമിത്ഷാ തിരിച്ചടിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ചോരി ആരോപണം ബീഹാറിൽ പരാജയം ഉറപ്പിച്ചതുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും പ്രതികരിച്ചു. ബീഹാറിൽ നിന്ന് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം രാഹുൽ ഗാന്ധിയും അമിത്ഷായും കൊമ്പ് കോർക്കുകയാണോ വാക്കുകൾ കൊണ്ട്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വോട്ട് ചോരി ആരോപണമാണ് ബീഹാറിലെ പ്രധാന വിഷയം എന്ന് രാഹുൽ ഗാന്ധി ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. വോട്ട് ചോരി അത് ബീഹാറിലും നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കൾ, പ്രത്യേകിച്ച് ജെൻസി യുവാക്കൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് പൂർണ്ണയിൽ മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാത്രമല്ല, ജ്ഞാനേഷ് കുമാറും മോദിയും അമിത്ഷായും അടങ്ങുന്ന മൂവർ സംഘമാണ് ഈ വോട്ട് മോഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധി തൊടുത്തുവിടുന്നുണ്ട്. അതിന് മറുപടി ബീഹാറിൽ വെച്ച് തന്നെ അമിത്ഷാ നൽകുകയാണ്. ബീഹാറിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ പാർത്ത നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സംസാരിക്കുന്നത്. വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ നടത്തിയത് നുഴഞ്ഞുകയറ്റ സംരക്ഷണ യാത്രയാണ് എന്ന ആരോപണം ആവർത്തിക്കുകയാണ് അമിത്ഷാ. ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രതികരണം കൂടി വരുന്നത് ബീഹാറിൽ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് മഹാസഖ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ വോട്ട് ചോരി ആരോപണവും കരച്ചിലും നടത്തുന്നത് എന്ന പരിഹാസം ശിവരാജ് സിംഗ് ചൌഹാനും നടത്തുന്നു. ഏതായാലും കൊമ്പ് കോർക്കുകയാണ് അവസാന ഘട്ടത്തിലും നേതാക്കൾ തമ്മിൽ എന്നത് വ്യക്തമാണ്. ബീഹാറിൽ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ വോട്ടെടുപ്പാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ ഫലം അറിയുക. സുജയ, അപ്പോൾ ഇനി അധിക ദിവസമില്ല. ബീഹാറിന്റെ ജനവിധി, അതും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയതിനു ശേഷമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന വിധിയെഴുത്താണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. അത് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. താങ്ക് യു ആദിൽ പാലോട്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ആദിൽ ബീഹാറിൽ നിന്ന്.